പോലീസ് ആസ്ഥാനത്ത് DGP സെൻകുമാറിന്റെ പ്രതികാര നടപടി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു. കീഴ്വഴക്കം ലംഘിച്ച് DGP നേരിട്ടാണ് ഉത്തരവിൽ ഒപ്പിടുന്നത്. രഹസ്യ സ്വഭാവമുള്ള ഉത്തരവുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ 2 തവണ സ്ഥലം മാറ്റി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ തസ്തിക മാറ്റിയെന്നാരോപിച്ച് ജീവനക്കാരി ബീന ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുരുതുരാ സ്ഥലം മാറ്റിയാണ് DGP സെൻകുമാറിന്റെ പ്രതികാര നടപടി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന T വിഭാഗത്തിന്റെ മേധാവി കുമാരി ബീനയെ ഇന്നലെ മാത്രം 2 തവണ സ്ഥലം മാറ്റി. പുറ്റിങ്ങൽ ജിഷ കേസുകളിലെ അന്വേഷണ ഫയലുകൾ വിവരാവകാശ പ്രകാരം ചിലർ ആവശ്യപ്പെട്ടിരുന്നു. സെൻകുമാറിന് വേണ്ടിയായിരുന്നു ഫയലുകൾ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. T സെക്ഷനിലെ ഫയലുകൾ വിവരാവകാശ പ്രകാരം നൽകാനാകില്ല. ഫയലുകൾ നൽകില്ലെന്ന ഉറച്ച നിലപാട് ബീന സ്വീകരിച്ചതാണ് പ്രതികാര നടപടിക്ക് കാരണം. ബന്ധപ്പെട്ട സെക്ഷനുകൾ അറിയാതെ DGP നേരിട്ടാണ് സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആദ്യം അപ്രധാനമായ U ബ്രാഞ്ചിലേക്കും പിന്നീട് SAPയിലേക്കുമാണ് കുമാരി ബീനയെ മാറ്റിയത്. പോലീസ് ആസ്ഥാനത്ത് 10 മാസം മാത്രമാണ് ബീന ജോലി ചെയ്തത്. 3 വർഷമാകാതെ സ്ഥലം മാറ്റരുതെന്നാണ് ചട്ടം. ബീനയ്ക്ക് പകരം സെൻകുമാറിന്റെ വിശ്വസ്തനായ സുരേഷ് G കൃഷ്ണനെ നിയമിച്ചു. പോലീസ് ആസ്ഥാനത്ത് ഫയൽ അനധികൃതമായി പകർപ്പെടുത്തതിന് മുൻ DGP സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് G കൃഷ്ണ. നിയമന ഉത്തരവുകൾ ഭരണവിഭാഗം ADGPയോ അഡീഷണൽ IGയോ അറിഞ്ഞിട്ടില്ല. ചട്ടപ്രകാരം സ്ഥലംമാറ്റ ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയാണ്. പോലീസ് ആസ്ഥാനത്തെ 2 സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ വാഹനം പിൻവലിക്കാനും നീക്കം നടക്കുന്നതാണ് വിവരം. അതേസമയം ചട്ടം ലംഘിച്ചുള്ള കൂട്ട സ്ഥലംമാറ്റത്തിൽ പോലീസ് ആസ്ഥാനത്ത് ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. MR സജേഷ്, തിരുവനന്തപുരം. DGPയായി സ്ഥാനമേറ്റെടുത്ത ശേഷം സെൻകുമാർ നടത്തിയ സ്ഥലം മാറ്റത്തിനെതിരെ T ബ്രാഞ്ച് സീനിയർ സൂപ്രണ്ട് ബീനാകുമാരി പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമാണ് പരാതി നൽകിയത്. ചട്ടവും കീഴ്വഴക്കവും ലംഘിച്ചെന്ന് കാട്ടിയാണ് പരാതി. ഒരു ദിവസം 2 തവണ ബീനാകുമാരിയെ സ്ഥലം മാറ്റിയിരുന്നു. പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാരും കൂട്ടസ്ഥലം മാറ്റത്തിൽ പ്രതിഷേധത്തിലാണ്. ചാരവൃത്തി ആരോപിച്ച് കുൽഭൂഷൺ യാദവിന് പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. ജാദവിന് വധശിക്ഷ വിധിച്ചതിലൂടെ വിയന്ന കൺവെൻഷൻ ഉടമ്പടി പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. എന്നാൽ രാജ്യാന്തര കോടതി അധികാരപരിധി ലംഘിച്ചുവെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച വീണ്ടും കേസ് വാദത്തിനെടുക്കുമ്പോൾ സ്റ്റേക്കെതിരെ വാദിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് പാകിസ്ഥാനുമേൽ വൻ സമ്മർദ്ദം നൽകി അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും ഇന്ത്യ അനുകൂല വിധി സമ്പാദിച്ചത്. ചാരവൃത്തി ആരോപിച്ച് കൽഭൂഷൺ ജാദവിനെതിരെ പാകിസ്ഥാൻ വിധിച്ച വധശിക്ഷ ഹേഗിലെ രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്തു. വിയന്ന കൺവെൻഷൻ ഉടമ്പടി ലംഘിച്ചാണ് പാകിസ്ഥാൻ കൽഭൂഷന്റെ വിചാരണ നടത്തിയെന്ന ഇന്ത്യയുടെ ആരോപണം രാജ്യാന്തര കോടതി അംഗീകരിച്ചാണ് സ്റ്റേ. ഇന്ത്യക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ വാദിച്ചു. രാജ്യാന്തര കോടതിയുടെ സ്റ്റേക്കെതിരെ പാകിസ്ഥാൻ രംഗത്തെത്തി. അധികാര പരിധി ലംഘിച്ചാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നു. കേസ് വീണ്ടും തിങ്കളാഴ്ച പരിഗണിക്കും. അന്ന് കോടതിക്ക് മുമ്പിൽ വധശിക്ഷയെ ന്യായീകരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. എന്നാൽ എന്ത് വില കൊടുത്തും വധശിക്ഷ തടയുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ദില്ലിയിൽ അറിയിച്ചു. വിധിയെ സ്വാഗതം ചെയ്യുന്നു. പാകിസ്ഥാൻ രാജ്യാന്തര ഉടമ്പടികൾ മുഴുവൻ ലംഘിച്ചതായി വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാട്ടി. കൽഭൂഷന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നില്ല. 16 തവണ ഇന്ത്യയുടെ ഹർജി തള്ളിയ പാകിസ്ഥാൻ ജാദവിന്റെ മാതാവ് നൽകിയ ഹർജിയിൽ എന്ത് തീരുമാനമെടുത്തുവെന്ന് അറിയിക്കുന്നില്ലെന്നും വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് 377 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാരുടെ കൈവശമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലെ KDH വില്ലേജിലാണ്. സ്പിരിറ്റ് ഇൻ ജീസസ് മേധാവി സക്കറിയ വെള്ളുക്കുന്നേലും സിറിൽ P ജേക്കബുമാണ് കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികളെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് ഇടുക്കി ജില്ലയിലാണ്. 110 ഹെക്ടർ ഭൂമി. വയനാട്ടിൽ 81, തിരുവനന്തപുരത്ത് 74, എറണാകുളത്ത് 31, കാസർഗോഡ് 22 ഹെക്ടറുമടക്കം ആകെ 377 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാനത്ത് കയ്യേറിയിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജാണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി PC ജോർജിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ചിന്നക്കനാൽ വാഗമൺ വില്ലേജിലെ സ്പിരിറ്റ് ഇൻ ജീസസ് മേധാവി സക്രിയ വള്ളുക്കുന്നേൽ, തൃപ്പൂണിത്തറ ചോയ്സ് വില്ലേജിലെ സിറിൽ P ജേക്കബ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയ വ്യക്തികൾ. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയുടെ കണക്കും മന്ത്രി നിയമസഭയിൽ വെച്ചു. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി, 54,097 ഹെക്ടർ. തിരുവനന്തപുരത്ത് 11,047, വയനാട് 99,062 ഹെക്ടറും സർക്കാരിന്റെ പക്കലുണ്ട്.
അതേസമയം കാർഷിക വൃത്തിക്കായി പട്ടയം അനുവദിച്ച മിച്ചഭൂമി 20 വർഷത്തേക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റവന്യൂ മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ എം മാണി വിഷയത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ വികാരത്തിനൊപ്പമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. മാണിയുടെ UDF പ്രവേശനം അടഞ്ഞ അധ്യായമാണോ എന്ന ചോദ്യത്തിന് ഒരധ്യായം ഇപ്പോൾ തുറക്കേണ്ടെന്നാണ് ലീഗ് നിലപാടെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ദില്ലിയിൽ പറഞ്ഞു. അത് ഒരധ്യായം ഇനിയിപ്പോൾ തുറക്കേണ്ട, ഭാവി കാര്യങ്ങളിലൊക്കെ ഭാവിയിൽ. ഇപ്പോൾ അത്രയേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വികാരം മാനിച്ച് കോൺഗ്രസ് എടുത്ത നിലപാടിൽ ഞങ്ങൾ UDF ഘടകകക്ഷികളൊക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തു, പിരിഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ യുക്തം പോലെ വരുന്ന ഘട്ടത്തിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ CPM സഹകരണത്തെക്കുറിച്ച് വിശദമായ ചർച്ച വേണമെന്ന് കേരള കോൺഗ്രസ് എം ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് MLA. അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഒരു മുന്നണിയിലേക്കും പോകാൻ കേരള കോൺഗ്രസ് എം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും മുന്നണിയിൽ ചേരുന്നതിനായുള്ള ചർച്ചകൾ നടന്നതായി അറിയില്ലെന്നും CF തോമസ് പറഞ്ഞു. സാഹചര്യങ്ങൾ വിലയിരുത്തി വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും മുന്നണിയിൽ ചേരുകയെന്നും CF തോമസ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയിൽ വൻ കുറവ്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കണമെന്നുള്ള സുപ്രീംകോടതി വിധി നിലവിൽ വന്ന ശേഷമാണ് വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ വർഷത്തേക്കാൾ 106 കോടിയുടെ വിൽപ്പനയാണ് ഇടിഞ്ഞിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് മദ്യവിൽപ്പനയിലെ കുറവ് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ വർഷത്തേക്കാൾ 106 കോടി രൂപയുടെ വിൽപ്പന കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 1078 കോടിയുടെ വിൽപ്പനയാണ് ബിവറേജസ് കോർപ്പറേഷൻ വഴി നടന്നത്. എന്നാൽ ഈ വർഷം ഏപ്രിലിൽ 972 കോടിയുടെ വിൽപ്പന മാത്രമാണ് ഉണ്ടായത്. വിദേശ മദ്യ വിൽപ്പനയിൽ 8% ഇടിവ് വന്നപ്പോൾ ബിയർ വിൽപ്പനയിൽ 50% കുറവ് വന്നത്. വൈൻ വിൽപ്പനയിലാവട്ടെ 44%ൻ്റെയും കുറവുണ്ടായി. 2016 ഏപ്രിലിൽ 3,11,38,000 ലിറ്റർ മദ്യമായിരുന്നു വിറ്റഴിഞ്ഞതെങ്കിൽ കഴിഞ്ഞ മാസം ഇത് 2,17,00,000 ലിറ്ററായി കുറഞ്ഞു. സുപ്രീംകോടതി ഉത്തരവ് വന്ന ശേഷം പൂട്ടിയതിൽ അധികവും ബിയർ, വൈൻ പാർലറുകളായിരുന്നു. ഇത് സർക്കാരിന്റെ നികുതി വരുമാനത്തിലും ഗണ്യമായ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ മാത്രം നികുതിയിൽ 10% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 175 വിൽപ്പന കേന്ദ്രങ്ങളാണ് ബിവറേജസ് കോർപ്പറേഷനുള്ളത്. ഇതിൽ 90 വിൽപ്പനശാലകൾ ഇനിയും തുറക്കാനുണ്ട്. വിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ രീതിയിൽ വിൽപ്പന കുറഞ്ഞാൽ ഭാവിയിൽ 5000 കോടി രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടാകുമെന്നും ബിവറേജസ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ ആരംഭിച്ചു. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പൂർണ്ണ സജ്ജീകരണങ്ങളോടെയുള്ള പരീക്ഷണ ഓട്ടം നടത്തുന്നത്. രാവിലെ 7 മണിയോടെയാണ് 4 ട്രെയിനുകൾ ഉപയോഗിച്ചുള്ള ട്രയൽ സർവീസ് ആരംഭിച്ചത്. 136 സീറ്റുകളാണ് ഓരോ ട്രെയിനിലുമുള്ളത്. യാത്രക്കാരില്ലെങ്കിലും 11 സ്റ്റേഷനുകളിലും നിർത്തി സമയക്രമം പാലിച്ചാണ് പരീക്ഷണയോട്ടം. അനൗൺസ്മെന്റിനൊപ്പം ട്രെയിനിനകത്തെ ഡിസ്പ്ലേകളിൽ ഓരോ സ്റ്റേഷനുകളുടെയും പേരുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആലുവ മുതൽ പാലാരിവട്ടം വരെ 13 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരം ഓടിയെത്താൻ 20 മിനിറ്റ് മതി. മണിക്കൂറിൽ 34 കിലോമീറ്ററാണ് ശരാശരി വേഗം. വേഗം, സിഗ്നലുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം തുടങ്ങിയവയെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. രാത്രി 9:30 വരെ തുടരുന്ന ട്രയൽ റണ്ണിൽ 142 സർവീസുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം വരെ ട്രയൽ സർവീസ് നടത്താനാണ് KMRLന്റെ തീരുമാനം. കേന്ദ്ര മെട്രോ റെയിൽ സുരക്ഷാ കമ്മീഷണർ KA മനോഹറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം 3 ദിവസത്തെ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരുന്നു കൊച്ചി മെട്രോയ്ക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയത്. ഉദ്ഘാടനം ഈ മാസം അവസാനമോ ജൂൺ ആദ്യമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം ഉദ്ഘാടന സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ എന്ന ഖ്യാതിയും കൊച്ചി മെട്രോയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലണ്ടനിൽ ഒളിവിൽ കഴിയുന്ന വിജയ് മല്യയെ സുപ്രീംകോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജൂലൈ 10 ഹാജരാകാൻ വിജയ് മല്യയോട് നേരത്തെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടാനാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാങ്കുകളെ തട്ടിച്ച് ലണ്ടനിലേക്ക് കടന്ന കോടതിയലക്ഷ്യ കേസിൽ വിജയ് മല്യയോട് ജൂലൈ 10 നേരിട്ട് ഹാജരാകാൻ ഇന്നലെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിൽ അറസ്റ്റ് വാറന്റുള്ള മല്യ സുപ്രീംകോടതി ഉത്തരവ് അനുസരിക്കാനുള്ള സാധ്യത കുറവ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിഷയത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജൂലൈ 10 മല്യ സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്ന് ജസ്റ്റിസുമാരായ ആദർശ് കുമാർ ഗോയൽ, UU ലളിത് എന്നിവരുടെ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ലണ്ടനിൽ കഴിയുന്ന മല്യ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്കെതിരെ ലണ്ടനിൽ തന്നെ വിചാരണ നടത്തുന്നുണ്ട്. ജൂലൈ 10 ഹാജരാകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും.
ഇതുവഴി മല്യയെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്ന പ്രതീക്ഷയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആം ആദ്മി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് MLA സൗരഭ് ഭരദ്വാജ് രംഗത്തെത്തി. അഴിമതി കേസിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികതയല്ലെന്ന് സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി രൂക്ഷമാവുകയാണോ? MLA ഇപ്പോൾ സൗരഭ് ഭരദ്വാജ് മാത്രമാണോ രംഗത്ത് വരുന്നത്? കൂടുതൽ ആളുകൾക്ക് ഇതേ അഭിപ്രായമുണ്ടോ? പ്രജീഷ്, ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ്. പാർട്ടിക്കകത്ത് തന്നെ ഭിന്നത ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മന്ത്രിയുമായിരുന്ന കപിൽ മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും തൊട്ടു പിന്നാലെ കപിൽ മിശ്ര മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങുന്നത്, കോഴ വാങ്ങുന്നത് നേരിട്ട് കണ്ടു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ കപിൽ മിശ്ര തന്നെ മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തി. കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിമാർ വിദേശയാത്ര നടത്തിയതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ കെജ്രിവാൾ മറുപടി പറയണമെന്നാണ് കപിൽ മിശ്രയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കപിൽ മിശ്ര ഇപ്പോൾ നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കെജ്രിവാളിന്റെ മറുപടി വരുന്നത് വരെ നിരാഹാരം തുടരാനാണ് കപിൽ മിശ്രയുടെ തീരുമാനം. അതേസമയം തന്നെ കപിൽ മിശ്രയുടെ നിരാഹാര പന്തലിലേക്ക് ആം ആദ്മി പ്രവർത്തകനെന്ന് ആയ ഒരാൾ അതിക്രമിച്ച് കയറുകയും കപിൽ മിശ്രയെ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. ഏതായാലും ശക്തമായ വിഭാഗീയത ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രജീഷ്. ശരി, സന്തോഷ്. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സൈനിക ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കുൽഗാം സ്വദേശി ലഫ്റ്റനന്റ് കേണൽ ഉമർ ഫയാസാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഉമർ ഫയാസിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഫയാസിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഫയാസ് സേനയിൽ ചേർന്നത്. സംസ്ഥാനത്ത് നാണ്യവിളകളുടെ വിലത്തകർച്ച മൂലം കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കുന്ന കാർഷിക വിരുദ്ധ നയങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് മറികടക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും കൃഷിമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതേസമയം സർക്കാർ മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. റബ്ബർ, കുരുമുളക്, ഏലം, കാപ്പിക്കുരു തുടങ്ങിയവയ്ക്ക് വലിയ വിലത്തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കാർഷിക മേഖലയിൽ വൻതോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. വിലയിടിവ് കർഷകരുടെ പ്രതീക്ഷയെ തകർത്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. കർഷകരുടെ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഉറക്കം തൂങ്ങുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുൻ UPA സർക്കാർ സ്വീകരിച്ചതും നിലവിലെ BJP സർക്കാർ എടുക്കുന്നതുമായ കർഷക വിരുദ്ധ നയങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് മറികടക്കാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. റബ്ബർ കർഷകർക്ക് നൽകാനുള്ള സബ്സിഡി തുക ഇനത്തിൽ ഇൻസെന്റീവായി 748 കോടി രൂപ ഈ സർക്കാർ നൽകി. ഇനി ക്ലെയിമായി നൽകാനുള്ളത് വെറും 6 കോടി രൂപ മാത്രമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം UPA സർക്കാർ ചെയ്ത കർഷക ദ്രോഹ നടപടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം മൗനം പാലിക്കുകയായിരുന്നു. നിങ്ങളാണ് അതുണ്ടാക്കിയപ്പോഴാണ് ഇതിലൊക്കെ വിലത്തകർച്ച ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ പാർട്ടികളും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ എന്താ? ആശയം കരാർ ഉണ്ടാകട്ടെ, കൃഷിക്കാർക്ക് ഒരുപാട് അവസരം ഉണ്ടാവുകയാണ് സാർ. എവിടെ അവസരം? റബ്ബർ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന പ്രതിപക്ഷവാദത്തെ കണക്കുകൾ നിരത്തിയാണ് മന്ത്രി ഖണ്ഡിച്ചത്. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്ന് സുനിൽ അരിമാനൂർ. മഹാരാജാസ് കോളേജിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. PG തോമസും ഹൈബി ഈഡനുമാണ് നോട്ടീസ് നൽകിയത്. FIRലെ വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് കാട്ടിയാണ് നോട്ടീസ്. ആയുധം കണ്ടെത്തിയതിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമെന്ന മുഖ്യമന്ത്രി നിലപാട് പോലീസ് അന്വേഷണത്തെ പോലും സ്വാധീനിക്കുന്നതെന്നും പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസിൽ ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം
സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് എം സ്വരാജ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മഹാരാജസിൽ നിന്നും വടിവാളും ബോംബും കണ്ടെത്തിയെന്ന അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണം പച്ചക്കള്ളമെന്ന് സ്വരാജ് വ്യക്തമാക്കി. മലപ്പുറം തിരൂരങ്ങാടി വെഞ്ചാരിക്കാപ്പ് വരണ്ടുണങ്ങിയതാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം കടുപ്പിച്ചത്. 1/4 നൂറ്റാണ്ടിന് ആദ്യമായാണ് വെഞ്ചാരിക്കാപ്പ് ഉണങ്ങുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വരൾച്ച മലപ്പുറത്തുമുണ്ടായി. പ്രധാന ജലസ്രോതസ്സുകളായ കടലുണ്ടിപ്പുഴയും ഭാരതപ്പുഴയും നേരത്തെ വറ്റി. കടലുണ്ടിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിയിരുന്ന തിരൂരങ്ങാടിയിലെ വെഞ്ചാരിക്കാപ്പ് വറ്റിയതാണ് ഈ പ്രദേശത്ത് കുടിവെള്ളം മുട്ടിച്ചത്. 1/4 നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് വെഞ്ചാരിക്കാപ്പ് വറ്റുന്നത്. തിരുവങ്ങാടി വെഞ്ചാരിയിലേക്ക് കടലുണ്ടിപ്പുഴ വഴിയാണ് വെള്ളം വരുന്നത്. ഈ പ്രാവശ്യം അവിടെ കീരനല്ലൂർ ന്യൂക്കെട്ടിൻ്റെ ആ ഭാഗത്ത് പാറയിൽ എന്ന സ്ഥലത്ത് അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. അവിടെ ശരിയായൊരു തടയണ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ വെള്ളം, ഈ കാപ്പിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കാപ്പിലെ വെള്ളം ഫുള്ള് ഒഴുകി പോവാം കടലുണ്ടിപ്പുഴ വഴി കടലിലേക്ക്. അത് കാരണം ഈ പ്രാവശ്യം കർഷകർക്കെല്ലാം ബുദ്ധിമുട്ടായി. വേനൽക്കാലത്ത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി നന്നമ്പ്ര, ചുള്ളിപ്പാറ, വെന്നിയൂർ, തെയ്യാല, ചെറുമുക്ക് ഭാഗങ്ങളിലെ പ്രധാന ആശ്രയമായിരുന്നു ഇത്. അശാസ്ത്രീയമായ തടയണ നിർമ്മാണമാണ് വെഞ്ചാരിക്കാപ്പ് ഉണക്കിക്കളഞ്ഞതെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഇംഗ്ലീഷ് ക്ലാസുകൾ നൽകുന്നു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ലാസുകളോട് അനുബന്ധിച്ച് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് പുരസ്കാരവും നൽകും. കോഴിക്കോട് നടക്കുന്ന പരിശീലന പരിപാടി ഈ മാസം 14-നാണ് അവസാനിക്കുക.